അല്ല, ഇത് സാധാരണ പോലെയല്ല കേട്ടോ. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും ശക്തമായ ചില കാര്യങ്ങളുണ്ട്, നല്ല ചില കാര്യങ്ങളുണ്ട്, അത് പറയാതെ വയ്യ. ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോഴും ഒരു പ്രതിപക്ഷ സ്ഥാനത്തിൻ്റെ നേതാവായിരിക്കുമ്പോഴും ഒരു രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ശക്തമായി നടത്തേണ്ട പോസ്റ്റിൽ ഇരിക്കുമ്പോഴും സതീശൻ ഇപ്പോൾ കാണിക്കുന്ന ഈ മാന്യതയുണ്ടല്ലോ, അതെടുത്ത് പറയാതെ വയ്യ. എത്ര പ്രാവശ്യം നമ്മൾ വോക്സ് തന്നെ സതീശനെ വിമർശിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും. പക്ഷേ വി.ഡി. സതീശൻ ഒരു നല്ല മുഖമാവുകയാണ് ഇവിടെ. പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ഈ പറയുന്ന ആ പോക്കിനെ, ആ യാത്രയെ വലിയ രീതിയിൽ വിമർശനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സതീശനിലേക്ക് മാധ്യമങ്ങൾ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ, ആ ഒരു യാത്ര ഇന്ന് ഇത്രയും വലിയ വിഷയം കോട്ടയത്തൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ, ആരോഗ്യ വകുപ്പ് ഇങ്ങനെ വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴൊക്കെ ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അതിനെ ഒന്നും പറയില്ല. കാരണം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അത്. അസുഖം ഭേദമായി അദ്ദേഹം ശക്തമായി നല്ല രീതിയിൽ തിരിച്ചു വരേണ്ടത് ഈ നാടിനാവശ്യമല്ലേ. നല്ല രീതിയിൽ ചികിത്സിക്കാനായി, വിദഗ്ധ ചികിത്സയ്ക്കായി പോകേണ്ടതിനെ മാറ്റിവെക്കാൻ എങ്ങനെയാണ് ആവുക? നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് ഈ നാടിന്റെ നല്ല ഭാവിക്ക് ആവശ്യമല്ലേ എന്ന് സതീശൻ പറയുന്നു. 2, ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിന്റെ പേരിങ്ങനെ വലിച്ചിഴച്ചു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലും വിമർശനങ്ങളിലും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അതിലും വന്നു സതീശന്റെ പക്വമായ നിലപാട്. എന്തായിരുന്നു അത്? ജ്യോതി മൽഹോത്ര ഒരു ചാരബന്ധമുള്ള, ചാരപ്രവർത്തനമുള്ള ഒരാളായി ഒരിക്കലും മുഹമ്മദ് റിയാസ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരിക്കലും ഒരു മന്ത്രിസ്ഥാനത്തിരുന്ന്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് അങ്ങനെ ചെയ്യില്ല. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും വിളിച്ചു വരുത്തുമോ? ഒരു ചാരപ്രവർത്തനം നടത്തുന്ന ഒരാളാണെന്ന് ഓർത്ത് ഈ രാജ്യദ്രോഹം ഈ നാടിന് വേണ്ടി ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ത്രീയാണ് അവർ എന്നറിഞ്ഞിരുന്നു കൊണ്ട് മുഹമ്മദ് റിയാസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സ്വാഗതാർഹമായ പരാമർശങ്ങൾ, രാഷ്ട്രീയത്തോട് വലിയ രീതിയിൽ ഒരു മതിപ്പ് തോന്നുന്ന ചില പരാമർശങ്ങൾ, അഴിമതികൾ മാത്രമായി വെറുതെ ഇങ്ങനെ കെട്ടുകാഴ്ചകളായി, പുറം പോച്ചുകളായി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും ഒതുക്കപ്പെടുമ്പോൾ ഏതൊരു വസ്തുവിനെയും, ഏതൊരു സാഹചര്യത്തെയും രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയ നേട്ടത്തിനായി ഇങ്ങനെ ഇരുമുന്നണികളല്ല, രാഷ്ട്രീയത്തിലെ മുഴുവൻ പാർട്ടികളും ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമകാലിക രാഷ്ട്രീയാന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ രാഷ്ട്രീയത്തോടുള്ള മതിപ്പ് കൂട്ടുമെന്ന് പറയാതെ വയ്യ. കാരണം രാഷ്ട്രീയത്തിലും വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് തന്നെ അതിനെ സ്വാഗതാർഹമായ രീതിയിൽ പറയുമ്പോൾ ഒരു ഒപ്റ്റിമിസ്റ്റിക് ചിന്താഗതി വളർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം എല്ലാം ഇങ്ങനെ കെട്ടുകാഴ്ചകളായി മാറില്ല അവിടെ. അങ്ങനെ പറയുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്നറിയോ? ഈ സതീശനൊക്കെ ഇനി പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റുകളും ഒരു ക്രെഡിബിലിറ്റി കൂടുമെന്നുള്ളതാണ്. അതായത് സതീശനാണ് പറയുന്നത്, ആവശ്യമില്ലാത്തത് പറയില്ല, ആവശ്യമുള്ളതേ പറയുള്ളൂ, വിമർശിക്കാൻ വേണ്ടി വിമർശനങ്ങളെ ഉണ്ടാക്കില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നൽ സാധാരണക്കാരിൽ ഉണ്ടാക്കാനും പൊതുസമൂഹത്തിന്റെ സാമാന്യ ബോധത്തിലേക്ക് സൃഷ്ടിക്കാനും സതീശന് ഇതുകൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പാണ്. വലിയ രീതിയിലുള്ള സ്വാഗതാർഹമായ ഇരു വാക്കുകൾ സതീശൻ പറഞ്ഞതോടുകൂടി പൊതുമണ്ഡലത്തിൽ സതീശന്റെ സ്വീകാര്യത ഒരു പടി മുകളിലോട്ട് കയറിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയൊക്കെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ വരും മാസങ്ങളിൽ UDF ക്യാമ്പ് നേരിടുമ്പോൾ സതീശന്റെ തട്ട് ഒരുപക്ഷെ താഴാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സാധിക്കാൻ സാധ്യതയുണ്ട്.